ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ജപമാല മാസത്തിലെ തീവ്രതയേറിയ പ്രാർത്ഥനകളിലൂടെ, പ്രത്യേകിച്ചും മരിയ ഭക്തിയിലൂടെയും ജപമാല പ്രാർത്ഥനകളിലൂടെയും നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മുൻ മാസങ്ങളിലോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന മാസങ്ങളിലോ ഉള്ള തീവ്രതയെ കഴിഞ്ഞും കൂടുതലായി മരിയ ഭക്തി കേരള സഭയിലെങ്ങും ഭാരത സഭയിലെങ്ങും പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടം. ജീവൻ്റെ പ്രാധാന്യവും അതിൻ്റെ മൂല്യവും ഓർത്തും ഉദ്ഘോഷിച്ചും അതിൻ്റെ കാവലാളാണ് നമ്മൾ ഓരോരുത്തരും എന്ന സത്യം എടുത്ത് പറഞ്ഞുകൊണ്ടും ജീവനെ ഹനിക്കുന്നതായ എല്ലാറ്റിനും എതിരായി പരിശുദ്ധ കന്യകയുടെ മാധ്യസ്ഥ്യവും അനുഗ്രഹവും നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകസമാധാനത്തിനും സാഹോദര്യത്തിനും ഐക്യത്തിനും വേണ്ടി നമ്മൾ പ്രത്യേകമായി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ഈ ജപമാലമണികൾ നിരന്തരമായി ഉരുവിട്ടതുകൊണ്ട് എന്ത് പ്രയോജനം, എന്താണ് അതിൽ നിന്നും കിട്ടുന്നത് എന്ന് ചിന്തിക്കുന്നവരും സംശയിക്കുന്നവരും ഉണ്ടാകാം. എങ്കിലും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുള്ളവരും ആ പ്രാധാന്യം അനുഭവിച്ചിട്ടുള്ളവരും എത്ര തവണ ആവർത്തിച്ചാലും മടുപ്പ് തോന്നാത്തതും എന്നാൽ മാധുര്യവും തീവ്രമായും പ്രാർത്ഥിക്കണമെന്നും കൂടുതൽ ഓർത്ത് അതിൽ മുഴുകുന്നവരുമായ ധാരാളം മരിയ ഭക്തർ ഇന്നുണ്ടെന്നുള്ളതും നമ്മൾ ഓർക്കണം. കോട്ടപ്പടി ഇടവകയിൽ ഈ 31 ദിവസവും ഒക്ടോബർ മാസത്തിൽ രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ നീണ്ടു നിൽക്കുന്ന അഖണ്ഡ ജപമാല നടക്കുകയാണ്. 1-2 ദിവസങ്ങൾ അല്ലെങ്കിൽ 8 ദിവസങ്ങൾ 10 ദിവസങ്ങൾ അഖണ്ഡ ജപമാല എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ അത് ആ 10 ദിവസത്തെ ഭക്തിയുടെ ഭാഗം എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ ഇടവകയിൽ 31 ദിവസവും തുടർച്ചയായി ഈ ജപമാല പ്രാർത്ഥനകൾ നടക്കുന്നത്. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഓരോ ദിവസവും ഓരോ കുടുംബ കൂട്ടായ്മകൾക്ക് ആ പ്രാർത്ഥനയുടെ ഉത്തരവാദിത്വം ഏറ്റുകൊടുക്കുമ്പോൾ അതിന് ഇടമുറിയാതെ തുടർച്ചയായി ജനങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. ദേവാലയത്തിൻ്റെ ചാപ്പൽ അത് പ്രാർത്ഥനാ മന്ത്രണങ്ങൾ കൊണ്ട് മുഖരിതമായിരിക്കുന്ന അവസ്ഥ. ഇത് വളരെ ആത്മീയമായ സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷങ്ങളാണ്. ഒരു കൂട്ടർ പോയി കഴിയുമ്പോൾ മറ്റൊരു കൂട്ടർ പ്രാർത്ഥനയ്ക്കായിട്ട് അവിടെ ഉണ്ടാകും. അങ്ങനെ ആ പ്രാർത്ഥന മുറിയാതെ വൈകുന്നേരം വരെ പ്രാർത്ഥിക്കുന്ന അവസ്ഥ. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വരുന്നവരിൽ പണ്ഡിതരുണ്ട്, പാമരരുണ്ട്, സമയമുള്ളവരുണ്ട്, സമയമില്ലാത്തവരുണ്ട്. പക്ഷേ അവരവരോടുള്ള ആ പ്രാർത്ഥനയോടുള്ള വിശ്വസ്തതയും തീവ്രതയും അവർ പ്രകടമാക്കുകയാണ്. ഇത് വിദ്യാഭ്യാസമില്ലാത്തവരുടെയോ അല്ലെങ്കിൽ സമയം ചെലവഴിക്കാൻ മറ്റ് മാർഗങ്ങളില്ലാത്തവരുടെയോ ഒരു അവസ്ഥയായിട്ട് ചിലപ്പോഴെങ്കിലും ചിലർ കരുതിയേക്കാം. പക്ഷെ വാസ്തവം അതല്ല. ഇതിൻ്റെ മാധുര്യവും ഇതിൻ്റെ ഭക്തിയും മനസ്സിലും ഹൃദയത്തിലും പതിഞ്ഞവർക്ക് അത് നിർത്താതെ ഇടതടവില്ലാതെ ജപമാല മണികൾ ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ള ഒരു പ്രചോദനമുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഒരു പറ്റം ട്രെയിനിലെ ഒരു ട്രെയിൻ യാത്രക്കിടയ്ക്ക് ഒരു ബോഗിയിൽ നിറയെ ചെറുപ്പക്കാർ ആർത്തട്ടഹസിച്ച് അവർ പാരീസിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഈ പാരീസിലേക്കുള്ള യാത്രക്കിടയിൽ അവർ പല കാര്യങ്ങളിലും സന്തോഷങ്ങളിലും സംസാരങ്ങളിലുമൊക്കെ മുഴുകിയിരിക്കുമ്പോൾ ആ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു മൂലയിൽ ഒരു വൃദ്ധനായ മനുഷ്യൻ കയ്യിൽ ഒരു ജപമാല പിടിച്ച് ഭക്തിപൂർവം അത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. കുറേ നേരം കഴിഞ്ഞപ്പോൾ അവർ ആ മനുഷ്യനിലേക്ക് തിരിഞ്ഞു. ഹേ ഓൾഡ് മാൻ, താങ്കൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇനിയും ഈ കാലഘട്ടത്തിലും ഈ റോസറിക്ക് ജപമാലയ്ക്ക് ഒക്കെ എന്ത് പ്രസക്തി? താങ്കൾ ഞങ്ങളോട് വരൂ. ഞങ്ങൾ പാരീസ് സോബോൺ സർവകലാശാലയിലേക്ക് പോവുകയാണ്. അവിടെ വന്ന് വിശ്വപ്രസിദ്ധനായ ലൂയി പാസ്റ്ററുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യൂ. കുറച്ചും കൂടി ഉപകാരം അതിൽ നിന്നുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് അവർ അദ്ദേഹത്തെ കളിയാക്കുകയുണ്ടായി. ആ മനുഷ്യൻ ഇതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ നിശബ്ദനായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിപ്പോകാൻ നേരം അവരിലൊരു വിദ്യാർത്ഥി ഈ വൃദ്ധ മനുഷ്യനോട് ചോദിച്ചു,
Amen. You have a name? താങ്കളുടെ പേരൊന്ന് പറയാമോ? ഉടനെ അദ്ദേഹം തൻ്റെ പേഴ്സ് തുറന്ന് ഒരു വിസിറ്റിംഗ് കാർഡ് നിർത്തി. അതിലെഴുതിയിട്ടുണ്ട് ലൂയി പാസ്റ്റർ. ആ പേര് കേട്ടപ്പോൾ തന്നെ ആ വിദ്യാർത്ഥി അമ്പരന്നു. കാരണം ഈ വൃദ്ധ മനുഷ്യൻ്റെ ക്ലാസ് കേൾക്കുവാൻ വേണ്ടിയാണ് അവർ പാരീസിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ക്ലാസ് എടുക്കാനുള്ളയാളാണ് നിശബ്ദതയിൽ ആ യാത്രക്കിടയ്ക്ക് ജപമാല അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജപമാല പ്രാർത്ഥനയുടെ പ്രാധാന്യം ഇനി ഞാൻ നിങ്ങളെ കൂടുതലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതില്ലല്ലോ. 19-ാം നൂറ്റാണ്ട് അറിയപ്പെടുന്നത് ലൂയി പാസ്റ്ററിലൂടെ എന്ന വിശ്വപ്രസിദ്ധനായ ശാസ്ത്രജ്ഞനിലൂടെയാണ്. അദ്ദേഹം പോലും ആധ്യാത്മികതയിൽ ജപമാലയെ എത്രമാത്രം ആശ്രയിച്ചു എന്ന് പറയുമ്പോൾ, അതിലാനന്ദം കണ്ടെത്തി എന്ന് പറയുമ്പോൾ, പണ്ഡിത പാമര ഭേദമന്യേ ഏവർക്കും ആസ്വദിക്കാവുന്നതും പ്രാർത്ഥിക്കാവുന്നതുമായ ഒരു ലളിതമായ പ്രാർത്ഥനാ ശൈലിയാണ് ജപമാല എന്നത് നിങ്ങൾ ഓർക്കുക. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല ദിവസം നേരുന്നു. എളിമയിലും വിനയത്തിലും നമുക്ക് ജീവിക്കാൻ ആത്മാർത്ഥമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീയൊരു നാളും. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീയൊരു നാളും. യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിച്ചിടല്ലേ. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീയൊരു നാളും. വിലയില്ലാത്തൊരു പാഴ്വസ്തു പോൽ കരുതുന്നുണ്ടമ്മയെ അറിവില്ലാത്തവർ. വിലയില്ലാത്തൊരു പാഴ്വസ്തു പോൽ കരുതുന്നുണ്ടമ്മയെ അറിവില്ലാത്തവർ. എന്തു പറഞ്ഞാലും എത്ര നിന്ദിച്ചാലും സ്നേഹിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ. എന്തു പറഞ്ഞാലും എത്ര നിന്ദിച്ചാലും സ്നേഹിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീയൊരു നാളും. താതനാം ദൈവത്തിൻ പുത്രിയാണമ്മ, പുത്രനാം ദൈവത്തിൻ മാതാവാണമ്മ. താതനാം ദൈവത്തിൻ പുത്രിയാണമ്മ, പുത്രനാം ദൈവത്തിൻ മാതാവാണമ്മ. എന്തു പറഞ്ഞാലും എത്ര നിന്ദിച്ചാലും പ്രാർത്ഥിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ. എന്തു പറഞ്ഞാലും എത്ര നിന്ദിച്ചാലും പ്രാർത്ഥിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീയൊരു നാളും. യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിച്ചിടല്ലേ. യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിച്ചിടല്ലേ. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ